ഹലോ എവരി വൺ. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ലോ ഓഫ് ഹാബിറ്റ് ഫോഴ്സ്. ഇതൊരു പ്രപഞ്ച നിയമമാണ്. അപ്പോൾ നമ്മളൊരു ബുക്ക് വായിച്ച് പഠിക്കുമ്പം ശരിക്കും അത് നമ്മളുടെ അറിവാവും, പക്ഷെ നമുക്കത് മനസ്സിലാകണമെന്നില്ല. നമ്മളെപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങുമ്പോഴേ അപ്പോൾ നമ്മുടെ ജ്ഞാനമാകത്തുള്ളൂ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതൊരു കയറാണ്. ഓക്കെ, ഒരു പ്ലാസ്റ്റിക് കയറാണ്. അത് ഒരുപാട് ചെറിയ ചെറിയ ഈ നാരുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കയറിൻ്റെ പാട്ടുകൾ കൂടി വലിയ കയറാവുന്നു. അത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഓക്കെ, ഇതുപോലെയാണ് ഹാബിറ്റും. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ ഒരു ആദ്യ ഭാഗം ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. അപ്പം സക്സസ് ആയ ആൾക്കാർക്കെല്ലാം ഇതറിയാം. ഇത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഒരു പ്രാവശ്യം ചെയ്യുമ്പം അതൊരു നാര് പോലെ ഒരു പ്രാവശ്യം ഇതൊരു ത്രെഡായിട്ട് കൂട്ടാമല്ലോ, ഒരു ത്രെഡ് ഇടുന്ന പോലെ. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആയിരം പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇതുപോലെയാവും. പിന്നെ അത് കൂടുതൽ ചെയ്യുമ്പോൾ ഇതിലും വലിയ റോപ്പായിക്കൊണ്ടിരിക്കും. പിന്നെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് സിഗരറ്റ് വലിയുടെ കാര്യത്തിൽ നടക്കുന്നത്. ഒരാൾ സിഗരറ്റ് വലിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഒരു സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്കും ഒരു ത്രെഡ് ഇടുന്ന പോലെയാണ്. അപ്പം മദ്യപിക്കുന്ന ആൾ ഇത് തന്നെയാണ്. നമ്മൾ നല്ലൊരു ഹാബിറ്റ് ഫോം ചെയ്യുമ്പോഴും അതുകൊണ്ടാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ ഒരു ത്രെഡ് ഇടുന്ന പോലെയാണ്. പിന്നെ അത് ഒരു റോപ്പായി മാറുവാണ്. ഇനി ഞാൻ എൻ്റെ ചില എക്സ്പീരിയൻസാണ് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ബാസ്കറ്റ്ബോൾ കളിക്കാൻ പോകുന്നതാണ് ആളാണ്. അപ്പം അവിടെ നാളെ കേരള ടീമിന് വേണ്ടി ഇന്ത്യൻ ടീമിനൊക്കെ കളിക്കണം എന്ന് ആഗ്രഹമുള്ള ചെറുപ്പക്കാർ പിള്ളേർ വരുന്നുമുണ്ട്. പക്ഷേ അവർ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കളിക്ക് അവരങ്ങ് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ഡ്രീം ഒന്നും നടക്കാതാവും കുറച്ച് കഴിയുമ്പോൾ. ഇതെല്ലാ സ്പോർട്സിനകത്തുള്ളവർക്ക് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുള്ളവർക്ക് സംഭവിക്കുന്നതാണ്, എല്ലാ മേഖലയിലും സംഭവിക്കുന്നതാണ് പ്രശ്നമാണ്. പിന്നെ അവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. സെലക്ഷൻ കമ്മിറ്റിയിൽ ശരിയായില്ല, അവർ സെലക്ട് ചെയ്തില്ല, ഇവർ സെലക്ട് ചെയ്തില്ല, എന്നെ തഴഞ്ഞു, ഇന്ന കാരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സാഹചര്യങ്ങളെയും വ്യക്തികളെയും എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം വരുന്നത്. പക്ഷേ വളരെ കുറച്ച് പേര് മാത്രം പ്രാക്ടീസ് ചെയ്യും. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സക്സസ് ആകാൻ പറ്റും. അവർക്ക് വേറെ വിഷയങ്ങൾ, അവർ മറ്റുള്ള പുറത്തുള്ള ഘടകം കാണുന്നില്ല, സ്വയം മാറുക ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സീക്രട്ട് ബ്രൂസിലിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് അങ്ങേര് നിരന്തരമായി പ്രാക്ടീസ് ചെയ്തു. അതിന് ശേഷമാണ് അയാൾ ഫിലിമിൽ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത്. പുള്ളി അതിനകത്തൊരു മാസ്റ്ററായി തീർന്നു. പക്ഷേ ഈ സിനിമ കണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ബ്രൂസിലിക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ചിന്ത വരും. നമുക്ക് പറ്റത്തില്ല. അങ്ങനെയല്ല, ശരിക്കും ആർക്കും പറ്റും, ചെയ്താൽ മതി. കാര്യം ലോ എല്ലാവർക്കും ഒരേപോലെയുള്ളൂ. നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ലോ മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ വാട്സപ്പ് വഴി ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക. അതിനുവേണ്ടി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുണ്ട്. അപ്പം അതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് അബ്സൊല്യൂട്ട്ലി ഫ്രീ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഡെയിലി ഗോളുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമുക്കൊരു ഹാബിറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാർ വാല്യൂ ഇട്ടുകൊണ്ട് ഉള്ള ഒരു ആക്ടിവിറ്റീസിനെല്ലാം ഇട്ടുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമുണ്ട്. അതിന് സ്റ്റാർ റിപ്പോർട്ടുണ്ട്, അതിന് മന്ത്ലി സ്റ്റാർ റിപ്പോർട്ടൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് വന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ എക്സിസ്റ്റായി സ്വയം പോകാം. നിങ്ങൾക്കിത് ആർക്ക് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം. ബിസിനസ് നടത്തുന്നവർ, ബിസിനസ് മുന്നോട്ട് കറക്റ്റായിട്ട് പോകുന്നില്ല, സ്പോർട്സ് പീപ്പിള്, സ്റ്റുഡൻസ്, ജോലിക്കാർ, ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിലൂടെ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും, 100% ഉറപ്പാണ്. കാര്യം ഇത് ലോ ആണല്ലോ, ഇത് ആര് അപ്ലൈ ചെയ്താലും അയാൾക്ക് മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ ഈ കയറൊക്കെ എടുത്ത് പിടിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഇതെല്ലാം എൻ്റെ രീതിയാണ്, ട്രെയിനിങ് രീതിയാണ്. ഓരോ രീതിയിൽ ഞാനിങ്ങനെ ഓരോ സംഭവങ്ങളും അടുത്ത വീഡിയോയിൽ വേറൊരു ടൂളായിട്ട് വരാം, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞാൽ ഏത് കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അത് റോപ്പായി മാറുക. പിന്നെ അത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അത് നല്ലതാണെങ്കിൽ, നല്ല ശീലമാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നല്ലത്. മോശം ശീലമാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും, ശരീരത്തിന് ദോഷം ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ മുറുക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് മൗത്ത് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതും റോപ്പായി മാറുകയാണ്. ലാസ്റ്റ് അതിൻ്റെ വിധി ക്യാൻസറിൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്. അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു കരിക്കുവെള്ളം കുടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും, നിങ്ങളുടെ ബോഡി ഫിറ്റായി വരും. ഇത് രണ്ടും നിങ്ങളുടെ ചോയ്സാണ്, രണ്ടും നിങ്ങളുടെ തോട്ടാണ്. അപ്പം എങ്ങനെ വിജയിക്കണം ജീവിതത്തിൽ, എങ്ങനെ ഈ ഹാബിറ്റ് ഫോം ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ലോ മനസ്സിലാക്കാൻ പറ്റണം, എങ്ങനെ അത് അപ്ലൈ ചെയ്യാൻ പറ്റണം, ഇതിനെക്കുറിച്ചെല്ലാം ട്രെയിനിങ് ഞാൻ വാട്സപ്പ് വഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ഉണ്ട്. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്യാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. ഒന്നും ആരും ഇവിടെ നിർബന്ധിക്കത്തില്ല. നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് പോകാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് പോയെന്ന് പോലും ആരും ചോദിക്കത്തില്ല, എന്തുകൊണ്ട് വന്നെന്നും ചോദിക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളെ കംപ്ലീറ്റ് എല്ലാം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എല്ലാം ഞാനൊരു വഴികാട്ടി മാത്രമാണ്. എന്ന് പറഞ്ഞാൽ വഴികാട്ടി എപ്പോഴും വഴി കാണിച്ചു തരും. വഴികാട്ടിക്ക് ആളെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ സ്വയം യാത്ര ചെയ്യണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാം. പക്ഷേ ഞാൻ വഴി കാണിച്ചു തരാം. എനിക്കത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഇതുപോലെ ഹാബിറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, അവർ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും അവർക്ക് ആ ഒരു സ്റ്റേജിൽ എത്താൻ പറ്റത്തില്ല. അവരുടെ ഇന്നർ പവർ കൊണ്ടാണ് അവർ അവിടെ എത്തിയിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ലോക്കൽ സെലക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാരോ ഒന്നും അല്ല വിചാരിച്ചിട്ടല്ല. ബിസിനസ്സിനാണെങ്കിൽ ഇത് തന്നെയാണ് ഉയർച്ച, നമ്മളുടെ പവറാണ്, ഇന്നർ പവറാണ്. അപ്പോൾ എങ്ങനെയാണ് ഇന്നർ പവർ കണ്ടെത്തേണ്ടത്? അപ്പോൾ അതിനു വേണ്ടി എൻ്റെ ട്രെയിനിങ്ങിനകത്ത് വരുന്നതിനകത്ത് ഒരു 3 ബുക്കാണ് ബേസ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട്. ഇപ്പോൾ അതിനകത്ത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഉണ്ട്, സീക്രട്ട് ഉണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ് ഉണ്ട്. അപ്പോൾ ഈ 3 ബുക്കും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്കാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ബുക്കുകൾ ഞാൻ പലതും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുകയും എന്നിൽ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ അതും ചിലപ്പോൾ ആഡ് ചെയ്യുന്നിരിക്കും. പക്ഷേ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബുക്കുകളൊന്നും വായിക്കാതെയും ആൾക്കാർ ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ബുക്കുകളൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പേ ലോ ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും വേണം. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. കാര്യം എഴുതാനും വായിക്കാനും അറിയാൻ മേലാത്തവർക്കും ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ് താനും. പക്ഷേ ഇല്ലാതെയും സാധിക്കും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാൻ മേലെങ്കിലും നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഏത് ലോ ഉണ്ടെങ്കിലും അത് ലോകം ആദ്യം തൊട്ടുണ്ട്. എന്ന് സമയം എന്ന് തൊട്ട് തുടങ്ങിയോ, എന്ന് പ്രപഞ്ചം തുടങ്ങിയോ, മനുഷ്യന് മുമ്പേ ഉണ്ടല്ലോ പ്രപഞ്ചം, അന്ന് തൊട്ടേ ലോയും ഉണ്ട്. അതുകൊണ്ട് അത് എല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വിഷയമില്ല. നിങ്ങൾക്ക് എഴുതാൻ അറിയാവോ, വായിക്കാൻ അറിയാവോ, അതൊന്നും പ്രശ്നമില്ല. കണ്ണ് കാണാവോ, ചെവി കേൾക്കാവോ, ഇതൊന്നും പ്രശ്നമില്ല. ഒന്നും ഒരു ലിമിറ്റേഷൻ യഥാർത്ഥത്തിലില്ല. എല്ലാ ലിമിറ്റേഷനും ഉണ്ട്, അത് മൈൻഡിലാണ്. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അൺലിമിറ്റിലേക്ക് പോവുക, അനന്ത സാധ്യതകളിലേക്ക്. അൺലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അനന്തമായ സാധ്യത. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ഒരു ഷോർട്ടേജ് ഇല്ല യഥാർത്ഥത്തിൽ. ഇല്ല, നമ്മുടെ മനസ്സിലാണ്. നമ്മളിങ്ങനെ ഒരു കേട്ടുള്ള അറിവാണ്. ഇത് കുറവുണ്ട്, അവിടെ കുറവുണ്ട്, ഇവിടെ കുറവുണ്ട്. ഈ പ്രപഞ്ചത്തിലെല്ലാം എല്ലാവർക്കും എല്ലാം അബണ്ടൻസ് ആണ്, ഒരുപാടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം നിങ്ങൾ ആഗ്രഹിക്കുക, ഞാൻ ഇങ്ങനെ സംസാരിച്ച രീതി ശരിയായില്ല, നിങ്ങൾക്ക് അതെല്ലാം കമൻറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ എനിക്ക് അതൊന്നും കണ്ടിട്ട് എനിക്ക് മാറ്റാം, ബെറ്റർ ആകാൻ പറ്റും. അതുപോലെ സജഷൻസ്, വേറെ എന്തെങ്കിലും വീഡിയോസിനെ കുറിച്ച് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു ട്രെയിൻ നടക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റ് ആൾക്കാരിലേക്ക് കൊടുക്കാം. അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ബേസിക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ തന്നെ അവർക്ക് വലിയ മാറ്റങ്ങൾ വരും. അത് ഞാൻ 100% ഗ്യാരണ്ടി തരാം. അതുകൊണ്ട് കുട്ടികൾ വരട്ടെ, കുഴപ്പമില്ല. കുട്ടികൾ വന്ന് അവരും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ആർക്കും അയച്ചു കൊടുക്കാം, അതിനകത്തൊന്നും പ്രശ്നമില്ല. അവർ വരുന്നവരൊക്കെ വന്നോട്ടെ. കാര്യം നമ്മളവിടെ വെൽക്കം റെഡിയാണ്. എത്ര പേര് വന്നാലും കുഴപ്പമില്ല. ഓക്കെ. താങ്ക്സ് എ ലോട്ട്. ബൈ ഫോർ നൗ.